ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജലയുദ്ധവും കടുപ്പിക്കുകയാണ് ഇന്ത്യ. ചെനാബ് നദിക്ക് കുറുകെയുള്ള സലാർ ഡാമിന്റെയും ബെഗ്ലിഹാർ ഡാമിന്റെയും കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ ഉയർത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കനത്ത മഴ പെയ്തിരുന്നു. സലാർ ഡാമിന്റെ 5 ഷട്ടറുകളാണ് ഇതോടെ തുറന്നത്. ചെനാബ് നദിയിലാണ് ഈ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെയും ഡാമിന്റെ ഷട്ടറുകൾ പല ഘട്ടങ്ങളിലായി തുറന്നിരുന്നു. കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഉറി ഡാമും ഇന്ത്യ തുറന്നുവിട്ടിരുന്നു. ഇതോടെ പാക് അധീന കശ്മീരിലെ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറിയിരുന്നു. ബെഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി അണക്കെട്ടിന്റെ 2 ഷട്ടറുകളും സലാർ ഡാമിന്റെ 3 ഷട്ടറുകളുമാണ് ഇന്ത്യ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നുവിട്ടത്. ജമ്മുകശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്നത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നതെന്നാണ് അധികൃതർ വിശദീകരണം നൽകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് 2 അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ ഇന്ത്യ നേരത്തെ അടച്ചിരുന്നു. ഇതിനിടയിലാണ് ഒരു മുന്നറിയിപ്പും നൽകാതെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാനിൽ ചെനാബ് നദിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. അതേസമയം പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ട്രൂപ്പുകളെ അതിർത്തി ലക്ഷ്യമാക്കി മുന്നോട്ട് നീക്കുകയാണെന്നാണ് ഇന്ത്യൻ പ്രതിരോധ വിദേശ മന്ത്രാലയങ്ങൾ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഏതു സാഹചര്യവും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി, വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കരസേന കേണൽ സോഫിയ ഖുറേഷി എന്നിവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാകിസ്ഥാൻ സൈന്യം ട്രൂപ്പുകളെ മുന്നോട്ട് നീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആക്രമണത്തിനുള്ള സാധ്യതയായാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സായുധ സേനകൾ ഏതു സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ ആക്രമണത്തെയും ഫലപ്രദമായി ചെറുക്കുകയും ആനുപാതികമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷം കൂടുതൽ വ്യാപകമാകാതിരിക്കാനുള്ള പ്രതിബദ്ധത ഇന്ത്യൻ സൈന്യം ആവർത്തിക്കുകയാണെന്നും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു. ഡ്രോണുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചാണ് ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതെന്ന് കേണൽ സോഫിയ ഖുറേഷിയും വ്യക്തമാക്കി. ഉധംപൂർ, പഥാൻകോട്ട്, ബാത്തിൻഡ തുടങ്ങിയ വ്യോമതാവളങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. എന്നാൽ ഭൂരിപക്ഷം ആക്രമണങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില വ്യോമതാവളങ്ങൾക്ക് നേരിയ കേടുപാടുണ്ടായെന്നും വാർത്താസമ്മേളനത്തിൽ സോഫിയ ഖുറേഷി പറഞ്ഞു. അതേസമയം പാകിസ്ഥാൻ തുടർച്ചയായി നുണപ്രചാരണം തുടരുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ ഇന്ത്യ ആരോപിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന വ്യാജ പ്രചാരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇന്ത്യയുടെ വ്യോമതാവളങ്ങളും സൈനിക താവളങ്ങളും സുരക്ഷിതമാണ്. പവർ ഗ്രിഡുകൾക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.